ഹലോ അസ്സാം വലൈക്കും വറഹമത്തുള്ള. നെക്സംബോ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീണ്ടും നമ്മൾ പുതിയ കളക്ഷനുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മെയിൻ നമ്മുടെ ആൽഫബറ്റ് ബീഡ്സാണ്. ആൽഫബറ്റ് ബീഡ്സ് മൂന്ന് മോഡലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. റൗണ്ട് 2 ടൈപ്പും ഒരു സ്ക്വയർ ടൈപ്പും. അപ്പോൾ അതിൻ്റെ തന്നെ ലെറ്റർ ബീഡ്സും നമ്മൾ സ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ലെറ്റർ ബീഡ്സിന് റേറ്റ് വരുന്നത് 10 ഗ്രാമിന് 15 രൂപയാണ് കേട്ടോ. അപ്പോൾ 2 സ്ക്വയർ ടൈപ്പും ലെറ്ററിന് 10 ഗ്രാമിന് 15 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഗോൾഡ് ആയാലും 2000 നമുക്കിത് മിക്സ് ചെയ്തിട്ട് മേക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ലെറ്റർ വേണ്ടവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ തന്നെ സ്ക്വയർ ടൈപ്പും വരുന്നുണ്ട്. മിക്സ്ഡ് വരുന്ന ആൽഫബറ്റിന് 25 ഗ്രാമിന് 25 രൂപ അങ്ങനെയാണ് കൊടുക്കുന്നത്. അപ്പോൾ 25 ഗ്രാമിന് 25 രൂപ. അപ്പോൾ ലെറ്ററിന് 10 ഗ്രാമിന് 15 രൂപ അങ്ങനെയാണ് വരുന്നത് കേട്ടോ. 10 ഗ്രാമിൽ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാവും. പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ ഗ്ലാസ് ബീഡ്സിൻ്റെ കളക്ഷനാണ്. ഗ്ലാസ് ബീഡ്സിൽ നമ്മളതിൽ റൗണ്ട് സ്റ്റോക്ക് തീരാറായിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. 10 ഗ്രാമിന് 10 രൂപയാണ് റേറ്റ് വരുന്നത്. വന്നിട്ടുള്ളത് നമ്മുടെ ഫ്ലവർ ഗ്ലാസ് ബീഡ്സാണ് കേട്ടോ. ഫ്ലവർ ഗ്ലാസ് ബീഡ്സിൽ നമ്മൾ കുറച്ച് വലിയ ടൈപ്പ് നമ്മളതിൽ സ്റ്റോക്ക് തീർന്നിട്ടുണ്ടായിരുന്നു. അതും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. 10 ഗ്രാമിന് 12 രൂപ തന്നെയാണ് റേറ്റ് വരുന്നത്. 10 ഗ്രാമിന് 10 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. പിന്നെ വന്നിട്ടുള്ളത് നമ്മൾ ടിയാര ഉണ്ടാക്കുന്ന കളർഫുൾ ബീഡ്സ് ആണ് കേട്ടോ. റെയിൻബോ ഷൈനിങ് വരുന്ന ഫ്ലവർ ബീഡ്സാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 10 ഗ്രാമിന് 12 രൂപയാണ്. 10 ഗ്രാമിന് 12 രൂപ. അതിൻ്റെ സ്മോൾ ടൈപ്പാണ് വന്നിട്ടുള്ളത്. ഇതും 10 ഗ്രാമിന് 12 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതൊക്കെ അത്യാവശ്യം 10 ഗ്രാമിൽ അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റിയിൽ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ 10 ഗ്രാമിന് 12 രൂപ. പിന്നെ വന്നിട്ടുള്ളത് ഒരു ന്യൂ മോഡൽ ബോ ആണ്. മറ്റേ ബോൻ്റെ ഫ്രണ്ടിൽ കുറച്ചൊരു ഗോൾഡൻ ഇങ്ങനെ കളർ ഷെയ്ഡ് പോലെ തോന്നുന്ന ഒരു ടൈപ്പ് ബോ. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ ഒരു സൈഡിൽ ഒരു ഫസ്റ്റ് ഫ്രണ്ട് പാർട്ടിൽ മാത്രമേ അങ്ങനെ ഒരു ഗോൾഡൻ ഷെയ്ഡ് വരുന്നുള്ളൂ. അപ്പോൾ ഇതിനും 10 ഗ്രാമിന് 12 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതൊരു ന്യൂ മോഡലാണ്. ഒരു പേസ്റ്റൽ കളർ പോലെ വരുന്നതാണ് കേട്ടോ. അപ്പോൾ 10 ഗ്രാമിന് 12 രൂപ തന്നെയാണ് ഇതിനും റേറ്റ് വരുന്നത്. പിന്നെ ടിയാര ഫ്ലവേഴ്സ് ഇങ്ങനെ ആ കുഞ്ഞു ഫ്ലവേഴ്സ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. അതിൻ്റെ ശരിക്കുള്ള പിക്ക് നല്ലൊരു കുഞ്ഞു നല്ല റെയിൻബോ ഷൈനിങ്ങിൽ വരുന്ന. അതിന് ഒരു ഷൈനിങ് ഉണ്ടാവും. നോർമലി ഒരു കളർ മാത്രമല്ല, ഒരു ഷൈനിങ് പോലെ തോന്നും. കുഞ്ഞു 10 ഗ്രാം എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ടാവും ഇതിൽ. ഇതൊരു വെയ്റ്റ്ലെസ് ആയിട്ട് വരുന്ന ബീഡ്സാണ്. ഇതിൻ്റെ തന്നെ കുറച്ച് വലുപ്പമുള്ളതാണ്. പെറ്റലിന് അതിൻ്റെ ഫ്ലവറിൻ്റെ പെറ്റൽസിന് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ തന്നെ മറ്റൊരു ടൈപ്പാണ്. ഇതിൻ്റെ കുറച്ച് വലുപ്പമുള്ള. ഇതിനും 10 ഗ്രാമിന് 12 രൂപ തന്നെയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഇതിന് അതേപോലെ തന്നെ റെയിൻബോ ഷൈനിങ് ആയിട്ട് വരുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്ന കുറച്ചൊരു ഷൈനിങ് ഉണ്ടാവും എല്ലാ കളേഴ്സിനും. ഇതിൻ്റെ ഓഫ് വൈറ്റും നമ്മളതിൽ അവൈലബിൾ ആണ് കേട്ടോ. ഓഫ് വൈറ്റ് 10 ഗ്രാം 10 രൂപ അങ്ങനെ ആ റേറ്റിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തന്നെ അതും അവൈലബിൾ ആണ് നമ്മുടെ കയ്യിൽ. പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ നൈലോൺ ത്രെഡാണ് കേട്ടോ. നൈലോൺ ത്രെഡ് അഥവാ ഫിഷിംഗ് ത്രെഡ് എന്നൊക്കെ പറയും. നമ്മളെ മാല ബ്രേസ്ലെറ്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ 3 സൈസസാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. 0.3, 0.4, 0.5 അങ്ങനെ 3 സൈസസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. 0.3 എന്ന് പറയുമ്പോൾ കുറച്ച് തിന്നായിട്ട് വരുന്നതാണ്. അപ്പോൾ 2 ലെയറെല്ലാം വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് 0.3 മതിയാവും മാലയിലേക്ക് ഉണ്ടാക്കാൻ വേണ്ടിക്ക്. അപ്പോൾ ഇത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉള്ള സമയത്ത് ഞാൻ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് 15 രൂപ 18 രൂപ റേറ്റിനാണ് ഓരോ കസ്റ്റമേഴ്സിനും വാങ്ങിക്കൊടുക്കൽ. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് നമ്മളടുത്ത് വന്നിട്ടുള്ളത് വെറും 50 രൂപയാണ് കേട്ടോ. 50 രൂപയ്ക്കാണ് ഈ ഒരു പാക്കറ്റ് ഫിഷിംഗ് ത്രെഡ് നിങ്ങൾക്ക് കിട്ടുക. പിന്നെ നമ്മുടെ എന്നത്തെയും പോലെ നമ്മുടെ ഫേവറേറ്റ് ഗ്ലാസ് ബീഡ്സ്, ക്രാക്കഡ് ഗ്ലാസ് ബീഡ്സിൻ്റെ അടിപൊളി കളക്ഷൻസ്. നല്ല ബ്ലൂവിൽ വൈറ്റും പിങ്കാന്ന് തോന്നുന്നു, പിങ്കൊക്കെ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള, കാണാൻ നല്ല ഭംഗിയാണ്, നല്ല ഷൈനിങ് ആണ്. അപ്പോൾ ഇതിന് സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ. നമ്മൾ റിപ്പീറ്റ് എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ സെയിം റേറ്റും കാര്യങ്ങളൊക്കെയാണ്. അത് ഇനിയും റിപ്പീറ്റ് പറയുന്നില്ല കേട്ടോ. പിന്നെ ബ്ലാക്കാണ് നമുക്ക് ഏറ്റവും മൂവിങ് ഉള്ളത്. കൊണ്ടുവന്ന ഒരു 5 ദിവസം കൊണ്ട് തന്നെ നമ്മളതിൽ ബ്ലാക്ക് സ്റ്റോക്ക് ഔട്ട് ആവാറുണ്ട്. നമ്മൾ റിപ്പീറ്റ് എടുക്കുന്ന ഒരു കളറാണ് ബ്ലാക്കും വൈറ്റും വരുന്ന ക്രാക്കഡ് ബീഡ്സ്. അതേപോലെ റെഡും നമ്മളതിൽ റിപ്പീറ്റ് നമ്മൾ കൊണ്ടുവരുന്ന ക്രാക്കഡ് ബീഡ്സാണ്. റെഡ് ക്രിസ്മസ് ആയതുകൊണ്ടാണ് റെഡ് അങ്ങനെ വരുന്നത്. അപ്പോൾ ഇത് റെഡും ഒരു ഗോൾഡൻ ഷെയ്ഡും വരുന്നതാണ് കേട്ടോ. ഇതിൽ വൈറ്റ് അല്ല, ഒരു ഗോൾഡൻ ഷെയ്ഡാണ് ഇതിൽ വന്നിട്ടുള്ളത്. കാണാൻ നല്ല ഭംഗിയാണ്. ഇത് ബ്രേസ്ലെറ്റൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ബ്രേസ്ലെറ്റൊക്കെ
പിന്നെ ഇത് വെച്ചിട്ടുണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ ഒരു ഗ്രീൻ ഷെയ്ഡ്. ഇത് നല്ല ഷൈനിങ് ഉണ്ട് കാണാൻ. നല്ല ഭംഗി. നമുക്കത് കയ്യിൽ കിട്ടിയാൽ മനസ്സിലാവും നിങ്ങൾക്കത് എത്രത്തോളം ഭംഗിയുള്ളവരാണ്. ക്രാക്കഡ് ബീഡ്സ് വാങ്ങിയവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ബീഡ്സ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അതിന് തന്നെ പിങ്ക്, ലൈറ്റ് പിങ്കും നമ്മൾക്ക് നല്ല ഡിമാൻഡുള്ളൊരു കളറാണ്. പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവുന്ന ഒരു കളറാണ് ലൈറ്റ് പിങ്കും. അപ്പോൾ പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ യെല്ലോവും കാണാൻ നല്ല ഭംഗിയുണ്ട്. വീഡിയോയിൽ കാണുന്ന ആ ഒരു യെല്ലോ ഷൈനിങ്ങും അതിൻ്റെ കൂടെ ഒരു വൈറ്റും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ക്രാക്കഡ് ബീഡ്സിൻ്റെ ഇത്രയും കളക്ഷൻസ് ആണുള്ളത്. പിന്നെ വന്നിട്ടുള്ളത് ടിയാര ഫ്ലവേഴ്സ് തന്നെ ഒന്ന് മിസ്സിങ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു പേസ്റ്റൽ കളർ വരുന്ന ടിയാര ഫ്ലവേഴ്സ് ആണ് കേട്ടോ. പേസ്റ്റൽ കളേഴ്സാണ് വരുന്നത്. അപ്പോൾ ഇതിനും 10 ഗ്രാമിന് 12 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതും അത്യാവശ്യം സ്മോൾ ആയതുകൊണ്ട് അത്യാവശ്യം നമുക്ക് ക്വാണ്ടിറ്റി 10 ഗ്രാമിൽ ഉണ്ടാവും. അത്യാവശ്യം വേണ്ട ക്വാണ്ടിറ്റി ഉണ്ടാവും കേട്ടോ. 10 ഗ്രാമിന് 12 രൂപ. അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് കൊടുത്തിട്ട് വാങ്ങിയതാണ്. പിന്നെ നമുക്ക് കൂടുതൽ റേറ്റ് ഇടാൻ പറ്റുന്നില്ല എന്ന് കരുതുന്നതുകൊണ്ടാണ് നമ്മൾ ആ 10 ഗ്രാം 12 രൂപ റേറ്റിന് ഇടുന്നത്. പിന്നെ വന്നിട്ടുള്ളത് ടിയാരയുടെ തന്നെ ഗോൾഡൻ കവറിങ് വരുന്നത്, ഗോൾഡൻ ബോർഡർ, കവറിങ് അല്ല ബോർഡർ, ഗോൾഡൻ ബോർഡർ വരുന്ന ടിയാര ഫ്ലവേഴ്സ് ആണ് കേട്ടോ. ഇത് പിന്നെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. നല്ല റേറ്റ് ഇടുന്ന നല്ല റേറ്റ് ഉള്ളതാണ്. എനിക്ക് തോന്നുന്നു ഗോൾഡൻ ഷെയ്ഡ് ബോർഡർ വരുന്ന എല്ലാ ഐറ്റംസിനും കുറച്ച് റേറ്റ് കൂടുതലാണ്. അപ്പോൾ ഇതും 10 ഗ്രാമിന് 22 രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. 10 ഗ്രാമിന് 22 രൂപ. ഇത് ഓൾറെഡി നമ്മുടെ കയ്യിൽ ഏകദേശം കഴിയാറായിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആവും എന്തായാലും. അത് നമ്മൾ കയ്യിൽ കിട്ടിയത് നമ്മൾ ഫസ്റ്റ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലാണ് ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ തന്നെ ഏകദേശം നമ്മുടെ കയ്യിൽ നിന്ന് പിന്നെ ഒരുവിധം ആൾക്കാർ വാങ്ങും. അപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ കുറച്ച് ലേറ്റ് ആയി പോകും. എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ടൈം എടുക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതിന് നമ്മളതിൽ കുറച്ച് ക്വാണ്ടിറ്റി ആയിട്ട് ഇപ്പോൾ ബാക്കിയുണ്ട്. പിന്നെ മാർബിൾ ബീഡ്സിൻ്റെ ഒരു പ്രിൻ്റഡ് വരുന്ന ടൈപ്പ് കേട്ടോ. ബ്ലൂവിലൊരു ഗോൾഡൻ പ്രിന്റ് വരുന്നത്. ഇതും പിന്നെ സെയിം റേറ്റ് തന്നെയാണ് വരുന്നത്. മാർബിൾ ബീഡിൻ്റെ റേറ്റ് തന്നെയാണ് വരുന്നത്. 50 രൂപയാണ് സ്ട്രിങ്ങിന്, പകുതിക്ക് 28 രൂപ, ഒരു ബ്രേസ്ലെറ്റിൻ്റെ ബീഡ്സിന് 15 രൂപ. അങ്ങനെ റേറ്റ് വരുന്നുണ്ട്. ഇതൊരു ലാവൻഡർ കളർ, ഡാർക്ക് ലാവൻഡർ കളറാണ്. പിന്നെ വന്നിട്ടുള്ളത് യെല്ലോ. ഇതൊരു യെല്ലോ ഷെയ്ഡ് വരുന്നതാണ്, പ്രിന്റഡ് തന്നെ യെല്ലോ ഷെയ്ഡ് വരുന്നതാണ് കേട്ടോ. യെല്ലോയിൽ ബ്ലാക്ക് ഷെയ്ഡ് വരുന്നത്, ഗ്ലാസ് ബീഡ്സ് യെല്ലോയിൽ ബ്ലാക്ക് ഷെയ്ഡ് വരുന്നത്. പിന്നെ നല്ല റെഡ്, ഇത് കാണാൻ നല്ല നമുക്ക് ക്രിസ്മസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെഡ് കളറാണ് കേട്ടോ. പിന്നെ വന്നിട്ടുള്ളത് ഒരു ചെറിയ റെഡിൽ ഒരു പ്രിന്റ് വരുന്നതാണ്. ചെറിയ റെഡിൽ ഒരു ബ്ലാക്ക് പ്രിന്റ് വരുന്നത്. അപ്പോൾ ഇതിനൊക്കെ സെയിം റേറ്റ് ആണ്. ഒരു സ്ട്രിങ്ങിന് 50 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെ വന്നിട്ടുള്ളത് ഒരു ഗ്രേ കളർ. ഗ്രേ അങ്ങനെ നമുക്ക് കിട്ടാറില്ല. അപ്പോൾ ഇത് ഗ്രേയും വന്നിട്ടുണ്ട്. അതിലൊരു വൈറ്റ് ഷെയ്ഡ് വരുന്നതാണ് കേട്ടോ. ഗ്രേയിൽ വൈറ്റ് ഷെയ്ഡ് വരുന്നത്. പിന്നെ വന്നിട്ടുള്ളത് വൈറ്റിൽ ഒരു ഗോൾഡൻ ഓറഞ്ച് ഷെയ്ഡ് വരുന്നത്. വൈറ്റിൽ ഗോൾഡൻ ഓറഞ്ച് ഷെയ്ഡ് വരുന്നത്. അപ്പോൾ പ്രിന്റഡ് ഇത്രയും ഐറ്റംസാണ് നമ്മളിൽ സ്റ്റോക്ക് വന്നിട്ടുള്ളത്. പിന്നെ വന്നിട്ടുള്ളത് ഒരു മാറ്റിൽ വരുന്നതാണ് കേട്ടോ. ഇപ്രാവശ്യം നമ്മൾ അത്രയും കുറേ ക്വാണ്ടിറ്റിയും കുറേ എന്താ പറയുക ടൈപ്സും കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമ്മളെ മാറ്റിൽ വരുന്നതാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് വന്നിട്ടുള്ളത്. ഒരു മാറ്റ് ഫിനിഷ് വരുന്നത്. ഇത് നല്ല ഭംഗിയുള്ള ബീഡ്സാണ്. മാറ്റ് ഫിനിഷിന് പിന്നെ പൊതുവെ ഒരു റേറ്റ് കൂടിയ ടൈപ്പാണല്ലോ. അപ്പോൾ ഇതിനും 50 രൂപയാണ് ഒരു സ്ട്രിങ്ങിന് വരുന്നത്. അതിൻ്റെ തന്നെ വൈറ്റും രണ്ടിനും ഒരേ റേറ്റ് തന്നെയാണ് കേട്ടോ വരുന്നത്. വൈറ്റും ബ്ലാക്കും ഒക്കെ എപ്പോഴും ട്രെൻഡിങ്ങിൽ പോകുന്ന ഒരു കോമ്പിനേഷൻ ആണല്ലോ. അപ്പോൾ മാറ്റിൽ 2 ബ്ലാക്കും വൈറ്റുമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ വന്നിട്ടുള്ളത് ഈ ടൈപ്പ് ബീഡ്സാണ് കേട്ടോ. ഇത് കുറച്ചൊരു റേറ്റ് കൂടിയ ബീഡ്സാണ്. ഇതൊരു ചെറിയ കളറാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ബ്ലാക്ക് ഡോട്ട് ഉണ്ട്. അപ്പോൾ ഇത് കുറച്ചൊരു റേറ്റ് കൂടുതലാണ്. ഇതിന് റേറ്റ് വരുന്നത് 55 രൂപയാണ്. നല്ല റേറ്റ് കൊടുത്തിട്ട് വാങ്ങിയതാണ്. പക്ഷെ നമുക്ക് കൂടുതൽ അങ്ങനെ റേറ്റ് ഇടാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ 55 അങ്ങനെ റേറ്റ് ഇട്ടത്. ഇത് ഓറഞ്ചും റെഡും മിക്സ് ചെയ്തിട്ട് വരുന്നത്. ഇത് എൻ്റെ കയ്യിൽ ആകെ ഒരു സ്ട്രിങ് എങ്ങാനും ഇപ്പോൾ ബാക്കിയുള്ളൂ കേട്ടോ. അത് നമ്മൾ ഫസ്റ്റ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലാണ് ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുക. അപ്പം തന്നെ ഒരുവിധം നമ്മളതിൽ സ്റ്റോക്ക് ഔട്ട് ആവാറുണ്ട്. ഇതും എൻ്റെ കയ്യിൽ ഒരു സ്ട്രിങ് എങ്ങാനും ബാക്കിയുള്ളൂ.
അപ്പോൾ ഇതിൻ്റെ തന്നെ ഒരു ചെറുപയർ ഗ്രീനും പിന്നെ ഒരു എന്താ പറയുക ഗ്രേ കളറാണ്, അങ്ങനെ ഒരു മിക്സ് ചെയ്തിട്ട് വരുന്നൊരു കളറാണ്. അപ്പോൾ ഇതിനൊക്കെ 55 രൂപയാണ് ഒരു സ്ട്രിങ്ങിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ ഒരു ഡബിൾ ഷെയ്ഡ് വരുന്ന, അതിനും കുറച്ച് റേറ്റ് കൂടിയ ബീഡ്സാണ്. ഗ്ലാസ് ബീഡ്സാണ്, ഫുൾ ഗ്ലാസ് ബീഡ്സ് ആണ് കേട്ടോ. ബ്രേസ്ലെറ്റാണ് നമ്മൾ മെയിനായിട്ട് ഗ്ലാസ് ബീഡ്സിനെ കൊണ്ട് പിന്നെ യൂസ് ആകും. ഇത് ഡബിൾ ഷെയ്ഡ് വരുന്നതാണ്. ഇത് ഒരു ലാവൻഡറും ഒരു ഗ്രേ ഷെയ്ഡ് വരുന്നതാണ് കേട്ടോ. അത് നമ്മളതിൽ 2 സ്ട്രിങ് അങ്ങനെ ബാക്കിയുള്ളൂ. ഇതൊക്കെ നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി കിട്ടിയിട്ടുള്ളൂ കേട്ടോ. ഒരു 3-4 സ്ട്രിങ് അങ്ങനെ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ വീഡിയോസ് എന്തായാലും അപ്ലോഡ് ചെയ്യാൻ ലേറ്റാവും. വോയിസ് ഓവറൊക്കെ കൊടുത്ത് പിന്നെ എന്താ പറയുക അപ്ലോഡ് ചെയ്ത് എഡിറ്റൊക്കെ ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഇതിൻ്റെ കുറച്ച് കളേഴ്സ് നമ്മളതിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മൾ ബ്രേസ്ലെറ്റ് ആണല്ലോ ട്രെൻഡിങ്, ഹാങ്ങിങ് വരുന്നതും ചാംസൊക്കെ വെച്ചിട്ടുള്ള ബ്രേസ്ലെറ്റ് ആണല്ലോ ഇപ്പോൾ ട്രെൻഡിങ്. അതുകൊണ്ട് തന്നെ ബീഡ്സും പല വെറൈറ്റി ബീഡ്സാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് 55 രൂപയാണ് കേട്ടോ. പുതിയ കളക്ഷൻസൊക്കെ 55 രൂപയാണ് ഫുൾ സ്ട്രിങ്ങിന് വരുന്നത്. അതിൻ്റെ ഹാഫും അതിൻ്റെ പകുതിയൊക്കെ നമ്മളതിൽ അവൈലബിൾ ആണ്. നമ്മൾ കാറ്റലോഗ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇതിൻ്റെയൊക്കെ കാറ്റലോഗിൽ നമ്മൾ ഒരു ബ്രേസ്ലെറ്റിൻ്റെ ബീഡ്സിൻ്റെ റേറ്റാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഫുൾ സ്ട്രിങ് വേണമെന്നുള്ളവർ പിന്നെ നമ്മളോട് സെപ്പറേറ്റ് പറയേണ്ടതാണ് കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചാലും മതി. നമ്മൾ ഇത് വീഡിയോസിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചാലും മതി. എങ്ങനെയായാലും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് നമ്മളെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ. ഇതൊരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. ഇതെനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല, പ്രതീക്ഷിച്ച അത്ര നല്ല ഭംഗിയൊന്നും തോന്നുന്നില്ല കേട്ടോ അതിന്. എല്ലാവരും എൻ്റെ കാര്യമാണ് പറഞ്ഞത്. ചിലവർക്ക് ഇഷ്ടപ്പെടാം, ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. ഇത് ഡബിൾ ഷെയ്ഡ് വരുന്നതാണ്, ബ്ലൂവും പിന്നൊരു എന്താ പറയുക ഓഫ് വൈറ്റ് ഗ്രേ അങ്ങനെ ഒരു ഷെയ്ഡ് വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ പല കളേഴ്സും അവൈലബിൾ ആണ്. ഇത് മാത്രമല്ല, നമ്മളതിൽ മുന്നത്തെ വീഡിയോ ഒക്കെ കണ്ടവരൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മളതിൽ പല ഗ്ലാസ് ബീഡ്സും അവൈലബിൾ ആണ്. നമ്മൾ റിപ്പീറ്റ് പിന്നെ സ്റ്റോക്ക് എടുക്കുന്ന ഒരു ഐറ്റമാണ്. ആഴ്ചയിൽ 2-3 പ്രാവശ്യം സ്റ്റോക്ക് എടുക്കാറുണ്ട് ഈ ഗ്ലാസ് ബീഡ്സ് മാത്രമായിട്ട്. അപ്പോൾ ഇതും 55 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മെറ്റീരിയൽസ് വേണ്ടവർ നമ്മളെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. പിന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം, അല്ലാത്തവർക്ക് കാറ്റലോഗിൽ ആഡ് ചെയ്യാം. അപ്പോൾ കാറ്റലോഗിൽ ചിലതൊക്കെ നമ്മളതിൽ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടാവാം. അപ്പോൾ നമുക്ക് അത് സ്റ്റോക്ക് ഔട്ട് ആയത് നമുക്ക് ഹൈഡ് ചെയ്യാനുള്ള ഒരു സമയമൊന്നും കിട്ടാറില്ല. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്ലാസ് ബീഡ്സൊക്കെ എന്താ പറയുക സ്റ്റോക്ക് നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിലുണ്ടാവും. പിന്നെ കുറേ ആൾക്കാർ പേയ്മെൻറ്റ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ അവർക്കെല്ലാം എടുത്ത് കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ലാസ്റ്റ് പേയ്മെൻറ്റ് ചെയ്തവർക്ക് നമുക്ക് സ്റ്റോക്ക് കൊടുക്കാനുണ്ടാവില്ല. അപ്പോൾ നമ്മൾ അന്നേരം തന്നെ നിങ്ങളോട് പറയുന്നതായിരിക്കും. പക്ഷെ ചിലവർ പറയും പിന്നെ ഞാൻ ഓർഡർ ചെയ്തതല്ലേ അങ്ങനെയല്ലേ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമ്മളെ ബുദ്ധിമുട്ടും കൂടി മനസ്സിലാക്കണം. അത്രയും ഗ്ലാസ് ബീഡ്സിൻ്റെ കളക്ഷൻ ഉണ്ടാകുമ്പോൾ ഏതൊക്കെ സ്റ്റോക്ക് ഔട്ടായി ഏതൊക്കെ സ്റ്റോക്ക് ഔട്ട് ആയില്ല എന്നുള്ളത് നമ്മളെ മൈൻഡിലേക്ക് പോകണം എന്നില്ലല്ലോ. അപ്പോൾ നമ്മളെ വിഷമം മനസ്സിലാക്കുക. കാരണം നമുക്ക് എല്ലാം നമ്മളെ മൈൻഡിലേക്ക് ഉണ്ടാവില്ല. കാരണം അത്രയും കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് സ്റ്റോക്ക് ഉള്ളത് ഏതൊക്കെയാണ് സ്റ്റോക്ക് ഇല്ലാത്തതെന്നൊന്നും നമുക്കങ്ങനെ പെട്ടെന്ന് ഓർമ്മയിലുണ്ടാവില്ല. എടുത്തു വെക്കുന്ന സമയത്തായിരിക്കും നമുക്ക് ഓർമ്മയിലുണ്ടാവുക ഇത് സ്റ്റോക്ക് തീർന്നല്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇൻഫോം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ പിന്നെ നമ്മളെ അവസ്ഥ മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ഇത്രയും ഗ്ലാസ് ബീഡ്സിൻ്റെ കളക്ഷൻസ് ഉണ്ട്. ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.